Hi students, welcome back to Exam Toppers. നമുക്കിന്ന് 7th സ്റ്റാൻഡേർഡ് സയൻസിൻ്റെ 4th ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. First question, in a mercury thermometer, the level of mercury rises when its bulb comes in contact with a hot object. What is the reason for this rise in the level of mercury? അപ്പോൾ നമുക്കറിയാം, ഒരു mercury തെർമോമീറ്ററിൽ എന്തെങ്കിലും ഒരു ഹോട്ട് ഒബ്ജക്റ്റുമായിട്ട് അതിൻ്റെ ആ ബൾബ് കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഈ mercuryയുടെ ലെവൽ കൂടും അല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ mercuryയുടെ ഈ ലെവൽ കൂടുന്നത്? As the temperature increases, then expansion in mercury takes place, which leads to the rise in the level of mercury in thermometer. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഈ മെർക്കുറി എക്സ്പാൻഡ് ആവുകയും അങ്ങനെ അതിൻ്റെ ലെവൽ കൂടുകയും ചെയ്യും ഒരു തെർമോമീറ്ററിൻ്റെ ഉള്ളിൽ വെച്ച്. അപ്പം ഈ ഹോട്ട് ഒബ്ജക്റ്റിലേക്ക് ഇതിൻ്റെ ബൾബ് ടച്ച് ചെയ്യുമ്പം ഈ തെർമോമീറ്ററിനുള്ളിലുള്ള മെർക്കുറിയുടെ ലെവൽ കൂടുന്നത് അത് എക്സ്പാൻഡ് ചെയ്യുന്നതുകൊണ്ടാണ്. Second question, shopkeepers selling ice blocks usually cover them with jute sacks. Explain why. ഈ ഐസ് ബ്ലോക്സ് വിൽക്കുന്ന ഷോപ്കീപ്പേഴ്സ് അതൊരു ചാക്ക് കൊണ്ട് കവർ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? As we know that jute sacks is thermal insulators. It helps ice not to be melt immediately. So shopkeepers used to cover ice blocks with jute sacks. അപ്പം ഈ ജൂട്ട് സാക്ക് എന്ന് പറയുന്ന ഒരു തെർമൽ ഇൻസുലേറ്ററാണ്. അതുകൊണ്ട് തന്നെ ഈ ഐസിനെ പെട്ടെന്ന് മെൽറ്റ് ചെയ്യാനായിട്ടത് അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ഐസ് ബ്ലോക്സ് ജൂട്ട് സാക്ക് കൊണ്ട് കവർ ചെയ്തിട്ട് ഈ ഷോപ്പ് കീപ്പേഴ്സൊക്കെ വിൽക്കുന്നത്. Third question, the radiators in cars are painted black. Explain why. ഈ കാറിനുള്ളിലൊക്കെയുള്ള റേഡിയേറ്റേഴ്സ് ബ്ലാക്ക് കളർ കൊണ്ടാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? Since the black bodies are better radiators, so due to this reason radiators in cars are painted black. ഈ ബ്ലാക്ക് ബോഡീസ് ആണ് നന്നായിട്ട് റേഡിയേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കാറിനുള്ളിലുള്ള റേഡിയേറ്റേഴ്സിന് ബ്ലാക്ക് കളർ കൊണ്ട് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. Fourth one, while constructing a house in a coastal area, in which direction should the windows preferably face and why? നമ്മൾ ഈ കോസ്റ്റൽ ഏരിയാസിലൊക്കെ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വിൻഡോസ് ഏത് ഡിറക്ഷനിൽ വേണം പണിയാൻ? ഓക്കെ, വിൻഡോസ് ഷുഡ് പ്രിഫറബിളി ടുവേർഡ്സ് ദി സീ ബീച്ച് സോ ദാറ്റ് ദ സീ ബ്രീസ് കമ്മിങ് ഫ്രം സീ കീപ്സ് ദ ഹൗസ് കൂൾ ഡ്യൂറിങ് ദ ഡേ ടൈം. എപ്പോഴും അത് സീയെ ഫേസ് ചെയ്തായിരിക്കണം പണിയുന്നത്. അപ്പം ഈ സീ ബ്രീസൊക്കെ അടിച്ച് ഈ വീട് എപ്പോഴും കൂളായിട്ട് ഇരിക്കും. Fifth question, the mercury does not follow rise in a clinical thermometer when taken out of the mouth. Explain why. ഈ മെർക്കുറി പെട്ടെന്ന് താഴുകയോ കൂടുകയോ ഒന്നും ചെയ്യത്തില്ല ഒരു ക്ലിനിക്കൽ തെർമോമീറ്ററിൽ നമ്മൾ അത് ചൂട് നോക്കി കഴിഞ്ഞെടുക്കുമ്പോൾ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദ കിങ് പ്രസൻറ്റ് ഇൻ ദ തെർമോമീറ്റർ ദ മെർക്കുറി ഡസ് നോട്ട് ഫോളോ റൈസ്. ഇതിന് കാരണക്കാരനായത് ഈ തെർമോമീറ്ററിൽ കിങ് ആണ് അല്ലേ? ഈ കിങ് ഉള്ളത് കൊണ്ടാണ് ഈ മെർക്കുറി പെട്ടെന്ന് താഴുകയോ കൂടുകയോ ഒന്നും ചെയ്യാത്തത്. അപ്പം കിങ്ങിൻ്റെ യൂസ് ചോദിച്ചാലും നമുക്ക് ഇത് തന്നെ ആൻസറായിട്ട് പറയാം. അതുപോലെ തന്നെ മെർക്കുറി പെട്ടെന്ന് താഴാത്തതിൻ്റെ അല്ലെങ്കിൽ കൂടാത്തതിൻ്റെ കാര്യം ചോദിച്ചാലും ഇത് തന്നെ പറയാം. സിക്സ്ത് ക്വസ്റ്റ്യൻ, if a pan is removed from the fire, then why does it cool down? ഒരു പാന് തീയിൽ വെച്ച് ചൂടാക്കിക്കൊണ്ടിരുന്ന ഒരു പാൻ അവിടെ നിന്ന് എടുത്ത് മാറ്റി വെച്ചാൽ അത് പെട്ടെന്ന് കൂളാവും അല്ലേ? എന്തുകൊണ്ടാണ്? when a pan is removed from the fire, it loses heat to the surroundings by radiation and it cools down. ഈ പാനിൽ നിന്നുള്ള ആ ഒരു ചൂട് സറൗണ്ടിങ്സിലേക്ക് റേഡിയേഷൻ വഴി പോകും, പുറത്തേക്ക് പോകും. അങ്ങനെ ഈ പാന് കൂളാവും. Seventh question, name the mode of transfer of heat in which medium is not required. ഈ മീഡിയം വേണ്ടാണ്ട് ഈ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു മോഡ് ഏതാണ്? റേഡിയേഷൻ ഈസ് ദ മോഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഇൻ വിച്ച് മീഡിയം ഈസ് നോട്ട് റിക്വയർഡ്. അപ്പോൾ ഇത് ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. ഒരു മീഡിയം ഇല്ലാണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡാണ് റേഡിയേഷൻ. ഓക്കെ, എയ്ത്ത് ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് പ്രിഫേർഡ് ടു യൂസ് 2 thin blankets rather than 1 thick blanket. Explain the reason.
രണ്ട് തിന്നായിട്ടുള്ള ബ്ലാങ്കറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലൊരു തിക്ക് ബ്ലാങ്കറ്റിനെക്കാട്ടിലും. എന്തുകൊണ്ടാണ്? ഇൻ കേസ് ഓഫ് ടു തിൻ ബ്ലാങ്കറ്റ്സ് there is an air gap which does not allow heat pass out from the body and it is not as such as in case of one thick blanket. അപ്പം രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ബ്ലാങ്കറ്റ്സ്, ഈ തിന്നായിട്ടുള്ള ബ്ലാങ്കറ്റ്സ് നമ്മൾ പുതയ്ക്കുകയാണെങ്കിൽ അതിനിടയിലൊക്കെ എയർ ഗ്യാപ്പ് ഉണ്ടല്ലേ. അപ്പം ഈ ബോഡിയിൽ നിന്നുള്ള ഹീറ്റ് പുറത്തേക്ക് നഷ്ടപ്പെട്ടു പോവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു തിക്ക് ബ്ലാങ്കറ്റിനെക്കാട്ടിലും രണ്ട് തിൻ ബ്ലാങ്കറ്റ് ധരിക്കുന്നത് കൂടുതൽ നല്ലതാണെന്ന് പറയുന്നത്. ഇത് നമ്മൾ എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്തപ്പോഴും പറഞ്ഞ ഒരു കാര്യമാണ്. സ്വെറ്ററിനെക്കാട്ടിലും നല്ലത് 2 or 3 ഡ്രസ്സ് ധരിക്കുന്നതാണ്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനല്ലേ. അപ്പോൾ അവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് ഇതേ കാര്യം തന്നെയാണ്. 9th question, why is it advised not to hold the thermometer by its bulb while reading it? തെർമോമീറ്റർ റീഡ് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ ആ ബൾബിൽ ടച്ച് ചെയ്യരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് അഡ്വൈസ്ഡ് നോട്ട് ടു ഹോൾഡ് ദി തെർമോമീറ്റർ ബൾബ് വൈൽ റീഡിങ് ഇറ്റ് ആസ് ദി ലെവൽ ഓഫ് മെർക്കുറി ഇൻക്രീസസ് ഫ്രം ദി ആക്ച്വൽ റീഡിങ് ബൈ അവർ ബോഡി ടെമ്പറേച്ചർ. അപ്പം നമ്മളത് ടച്ച് ചെയ്യുമ്പം ആ ടൈമിലും ടെമ്പറേച്ചർ ഇങ്ങനെ ബൾബിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ആ ഒരു ടൈം മതി ഈ മെർക്കുറിക്ക് അതിൻ്റെ ആ ലെവലൊന്ന് കൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആക്ച്വലായിട്ട് നമ്മൾ എന്താണോ റീഡ് ചെയ്യാൻ പോകുന്നത് അതിനേക്കാൾ കൂടുതലായിട്ട് വരും നമ്മൾ ഈ തെർമോമീറ്ററിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ മെർക്കുറി ലെവൽ കൂടും. അതുകൊണ്ടാണ് ഈ ബൾബിൽ തൊട്ടുകൊണ്ട് തെർമോമീറ്റർ റീഡ് ചെയ്യലെന്ന് പറയുന്നത്. 10th question, briefly mention one application of kink in the ക്ലിനിക്കൽ തെർമോമീറ്റർ. ക്ലിനിക്കൽ തെർമോമീറ്ററിലുള്ള ഈ ഒരു കിങ്കിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്? ദ ക്ലിനിക്കൽ തെർമോമീറ്റർ കൺസിസ്റ്റ് ഓഫ് കിങ്ക് വിച്ച് പ്രിവെൻറ്റ്സ് ദി മെർക്കുറി ലെവൽ ഫ്രം ഫോളിങ് ഓൺ ഇറ്റ്സ് ഓൺ. അത് താഴേക്ക് പോരാണ്ടിരിക്കാനായിട്ട് അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് ഈ കിങ്കിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. 11th question, how can we measure the temperature of other object rather than human body? ഹ്യൂമൻ ബോഡിയുടെ ടെമ്പറേച്ചർ അളക്കാൻ നമുക്ക് ക്ലിനിക്കൽ തെർമോമീറ്റർ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ. ഈ മറ്റുള്ള സാധനങ്ങളുടെയൊക്കെ ടെമ്പറേച്ചർ അളക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏത് തെർമോമീറ്റർ യൂസ് ചെയ്തിട്ടാണ്? ടെമ്പറേച്ചർ ഓഫ് അതർ ഒബ്ജക്റ്റ് ഈസ് മെഷേർഡ് വിത്ത് ലബോറട്ടറി തെർമോമീറ്റർ ബിക്കോസ് ക്ലിനിക്കൽ തെർമോമീറ്റർ ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഹയർ ടെമ്പറേച്ചർ. അപ്പം മറ്റ് ഒബ്ജക്ട്സിനെയൊക്കെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് ലബോറട്ടറി തെർമോമീറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം ക്ലിനിക്കൽ തെർമോമീറ്റർ കൊണ്ട് ഹൈ ടെമ്പറേച്ചറൊന്നും മെഷർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. 12th question, how does the heat travel in air? ഹീറ്റ് എങ്ങനെയാണ് എയറിലൂടെ ട്രാവൽ ചെയ്യുന്നത്? ഹീറ്റ് ട്രാവൽസ് ഇൻ എയർ ത്രൂ കൺവെക്ഷൻ. കൺവെക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് ഹീറ്റ് ട്രാവൽ ചെയ്യുന്നത്. 13th question, you may have noticed that a few sharp jerks are given to clinical thermometer before using it. Why is it done so? നമ്മൾ ഈ ക്ലിനിക്കൽ തെർമോമീറ്റർ യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അതൊന്ന് കൊടയും അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്? Jerks are given to clinical thermometer before using it to settle down the mercury level below normal temperature so that the measurement taken of a body be accurate. ഈ മെർക്കുറി ലെവൽ താത്തി അത് നോർമൽ ടെമ്പറേച്ചറിൻ്റെ താഴെ ആക്കുകയാണ് എങ്കിൽ മാത്രമേ നമുക്ക് ഒരാളുടെ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യുമ്പം കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് ലഭിക്കത്തുള്ളൂ. 14th question, the handle of a pressure cooker is covered with the thick plastic. Explain why. ഒരു പ്രഷർ കുക്കറിൻ്റെ ഹാൻഡിൽ തിക്ക് പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? As we know that plastic is a bad conductor of heat, due to which the heat from the cooker does not flow to its handle and we can hold it easily. So this is a reason because of which the handle of a pressure cooker is covered with the thick plastic. അപ്പം ഒരു പ്രഷർ കുക്കറിൻ്റെ ഹാൻഡിൽ തിക്ക് പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഹീറ്റിൻ്റെ ഒരു ബാഡ് കണ്ടക്ടറാണ് അല്ലേ. അപ്പോൾ ആ കുക്കറിനുള്ള ആ ഒരു ചൂട് ഇതിൻ്റെ ഹാൻഡിലേക്ക് വരത്തില്ല, കാരണം ഇതൊരു ബാഡ് കണ്ടക്ടറാണ്. അതുകൊണ്ട് നമുക്കത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ പിടിക്കാനായിട്ട് സാധിക്കും അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് ഈ കുക്കറിൻ്റെ ഹാൻഡിൽ തിക്ക് പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. 15th question, differentiate between two modes of transfer of heat, that is convection and conduction. അപ്പോൾ കൺവെക്ഷനും കണ്ടക്ഷനും ഇത് രണ്ടും മോഡ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ആണ് അല്ലേ. ഇതിൻ്റെ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഞാനിവിടെ ആൻസേഴ്സ് ഇങ്ങനെ താഴെ തന്നിരിക്കുന്നത്, നിങ്ങളതെപ്പോഴും ബോക്സിൽ വേണം വരയ്ക്കാൻ. ഓക്കെ, ഞാൻ അതെപ്പോഴും പറയുന്ന ഒരു കാര്യമാണല്ലേ. ബോക്സിൽ വേണം നിങ്ങളിത് ആൻസർ ചെയ്യാനായിട്ട്. ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ താഴെ തന്നേക്കുന്നു.
Conduction. The mode of transfer of heat from the hotter part material to its colder part or from a hot material to a cold material in contact with it without the movement of material as a whole. So this phenomenon is known as conduction. അപ്പം ഒരു ചൂടായിട്ടുള്ള ഭാഗത്ത് നിന്ന് തണുത്ത ഭാഗത്തേക്കോ അല്ലെങ്കിൽ ഒരു ചൂടായിട്ടുള്ള മെറ്റീരിയലിൽ നിന്ന് തണുത്ത മെറ്റീരിയലിലേക്കോ അതിൻ്റെ കോണ്ടാക്റ്റിലൂടെ, അല്ലാണ്ട് ഈ മെറ്റീരിയൽ മൊത്തത്തിൽ മൂവ് ചെയ്യാണ്ട് ജസ്റ്റ് കോണ്ടാക്റ്റിലൂടെ ഈ ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്ന ആ ഒരു മോഡിനെയാണ് നമ്മൾ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. Convection. The mode of transfer of heat from the hotter part of a fluid to its colder part by the movement of liquid itself. So this phenomenon is known as കൺവെക്ഷൻ. കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹോട്ടായിട്ടുള്ള ഫ്ലൂയിഡിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കോൾഡ് പാർട്ടിലേക്കുള്ള അതിൻ്റെ മൂവ്മെൻറ്റ്, അത് ലിക്വിഡിൻ്റെ മൂവ്മെൻറ്റിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. ആദ്യം കണ്ട കണ്ടക്ഷനിൽ ഒരു മെറ്റീരിയലിൽ നിന്ന് മറ്റൊരു മെറ്റീരിയലിലേക്ക് പോവുകയാണ്, അതിൻ്റെ മൂവ്മെൻറ്റ്, ആ മെറ്റീരിയലിൻ്റെ മൂവ്മെൻ്റ് ഒന്നും അവിടെ സംഭവിക്കത്തില്ലായിരുന്നു അല്ലേ, ജസ്റ്റ് അത് കോണ്ടാക്റ്റിലായിരുന്നപ്പോൾ തന്നെ അതിങ്ങനെ ട്രാൻസ്ഫർ ആയി. പക്ഷേ ഇവിടെ ലിക്വിഡിന് മൂവ്മെൻറ്റ് ഉണ്ട്. ഈ ഫിനോമിനനെയാണ് നമ്മൾ കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിൻ്റ് കണ്ടക്ഷനിൽ ഇൻ ഓൾ ദ സോളിഡ്സ് ഹീറ്റ് ഈസ് ട്രാൻസ്ഫർഡ് ബൈ ദ പ്രോസസ് ഓഫ് കണ്ടക്ഷൻ. എല്ലാ സോളിഡ്സിലും ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് കണ്ടക്ഷൻ. അടുത്ത കൺവെക്ഷൻ ഇൻ ഓൾ ദ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ഹീറ്റ് ഈസ് ട്രാൻസ്ഫർഡ് ബൈ ദ പ്രോസസ് ഓഫ് കൺവെക്ഷൻ. ലിക്വിഡിലും ഗ്യാസസിലും കൺവെക്ഷനിലൂടെയാണ് ഈ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിഫറൻസ്. പോയിൻ്റായിട്ട് 2 ബോക്സ് വരച്ച് വേണം എഴുതാനായിട്ട്. 16th question. Explain the steps to read the temperature on a clinical thermometer. ക്ലിനിക്കൽ തെർമോമീറ്ററിൽ എങ്ങനെയാണ് നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്? ഓക്കെ, സ്റ്റെപ്പ് 1. Firstly, wash the thermometer with an antiseptic solution, and if in case the antiseptic solution is not available, then wash it with a clean water. അപ്പം ആദ്യം ഈ തെർമോമീറ്റർ ഒരു ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് വേണം വാഷ് ചെയ്യാൻ. ഇൻ കേസ് ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻ നമുക്കില്ല എന്നുണ്ടെങ്കിൽ നല്ല വെള്ളത്തിൽ വാഷ് ചെയ്താലും മതി. Step 2. Gently hold the thermometer tube in your hand and give it a jerk in such a way that the mercury thread in the thermometer tube falls below the reading of 35 degrees Celsius. അപ്പോൾ ഇത് കുടഞ്ഞാൽ മാത്രമേ അതിൻ്റെ ആ ഒരു മെർക്കുറിയുടെ ലെവല് 35 ഡിഗ്രി സെൽഷ്യസിന് താഴേക്ക് വരത്തുള്ളൂ അല്ലേ. നോർമൽ ടെമ്പറേച്ചറിലും താഴെ വേണം ഈ മെർക്കുറിയുടെ ലെവൽ നിൽക്കാൻ, എങ്കിൽ മാത്രമേ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ് ലഭിക്കത്തുള്ളൂ. ഓക്കെ, അപ്പം ഇത് വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് കുടയണം. Step 3. Now put the bulb of the thermometer under the tongue of the patient for about 1 minute. Then take out the thermometer from patient's mouth. നാക്കിനടിയിൽ വേണം ഈ തെർമോമീറ്റർ വെക്കാൻ. അതിൽ ബൾബ് നാക്കിനടിയിൽ ടച്ച് ആവുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട്. 1 മിനിറ്റ് നേരം വെക്കുക, അതിനുശേഷം ഇത് എടുക്കുക. Step 4. In order to read the temperature, hold the thermometer horizontally in your hand and rotate it slowly. അപ്പോൾ ഇനി ഇത് വായിക്കാനായിട്ട്, ഈ ടെമ്പറേച്ചർ വായിക്കാൻ വേണ്ടിയിട്ട് തെർമോമീറ്റർ നമ്മുടെ കയ്യിൽ ഹൊറിസോണ്ടലായിട്ട് നേരെ പിടിച്ചിട്ട് അതൊന്ന് റൊട്ടേറ്റ് ചെയ്യണം. വെൻ വി സീ എ മാഗ്നിഫൈഡ് ഇമേജ് ഓഫ് ദ മെർക്കുറി ത്രെഡ് ഇൻ ഇറ്റ്സ് ട്യൂബ്, ദെൻ എ പൊസിഷൻ വിൽ കം. Now read the temperature on thermometer tube in level with the top of the mercury thread. അപ്പോൾ നമ്മൾ ബൾബിൻ്റെ സൈഡിലല്ല പിടിക്കേണ്ട, മറ്റേ സൈഡിൽ ഗ്ലാസിൻ്റെ സൈഡിൽ വേണം പിടിക്കാൻ. അങ്ങനെ പിടിച്ചുകൊണ്ട് ഇത് കറക്കുന്ന സമയത്ത് നമുക്കൊരു ത്രെഡ് പോലെ കാണാനായിട്ട്, ഒരു ഡാർക്ക് കളറിൽ സൂക്ഷിച്ച് നോക്കണമെങ്കിൽ മാത്രമേ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ ആ ഒരു ത്രെഡ് പോലെ കാണാൻ പറ്റുന്ന ആ ഒരു ടൈമിൽ അതാണ് പൊസിഷൻ എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ പിടിച്ചിട്ട് റീഡ് ചെയ്യണം എത്ര ടെമ്പറേച്ചറാണ് അതിൽ കാണിക്കുന്നതെന്ന്. ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി ടെമ്പറേച്ചർ റീഡ് ചെയ്ത് വരുന്ന തെർമോമീറ്റർ അവൈലബിൾ ആണ്. ഇത് പണ്ട് കാലത്ത് നമ്മൾ യൂസ് ചെയ്ത്, ഇതൊന്നും ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യാറില്ല. ഇപ്പം നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഈ ടെമ്പറേച്ചർ റീഡ് ചെയ്ത് വരുന്ന തെർമോമീറ്ററാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഓക്കെ, 17th question. What are the precautions to be taken while reading the clinical thermometer? ക്ലിനിക്കൽ തെർമോമീറ്ററിൽ നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ആ ഒരു ടൈമിൽ നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്? Wash the clinical thermometer before and after using, preferably with an antiseptic solution. അപ്പോൾ ഇത് വാഷ് ചെയ്യണം. യൂസ് ചെയ്യുന്നതിന് മുമ്പും വാഷ് ചെയ്യണം, യൂസ് ചെയ്തതിന് ശേഷവും വാഷ് ചെയ്യണം. Be ensure that the mercury level before using the clinical thermometer should be below 35 degree Celsius. ഈ മെർക്കുറിയുടെ ലെവൽ എപ്പോഴും 35 ഡിഗ്രി സെൽഷ്യസിന് താഴെയായിരിക്കണം. ഓക്കെ, the clinical thermometer should be read by keeping the level of mercury
along the line of sight. ഈ ഞാൻ പറഞ്ഞില്ലേ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ മാത്രമേ നമുക്കൊരു കൃത്യം ഒരു ത്രെഡ് പോലെ അല്ലെങ്കിൽ ഈ മെർക്കുറിയുടെ ലെവൽ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ പൊസിഷനിൽ തന്നെ വേണം പിടിക്കാൻ. While reading the clinical thermometer, it should never be held by the bulb. ഈ ബൾബിൽ പിടിച്ചുകൊണ്ട് ഒരിക്കലും വായിക്കരുത്. വായിക്കുകയാണെങ്കിൽ ആ ടെമ്പറേച്ചർ വേരി ചെയ്യും. കാരണം നമ്മുടെ പിടിക്കുന്ന ആളുടെ ടെമ്പറേച്ചർ ആയിരിക്കും അതിൽ പിന്നെ കാണിക്കുക. അല്ലാണ്ട് നമ്മൾ നോക്കുന്ന പേഷ്യൻറ്റിൻ്റെ അല്ലെങ്കിൽ ആർക്കാണോ പനിയുള്ള അയാളുടെ ടെമ്പറേച്ചർ ആയിരിക്കത്തില്ല ഇതിൽ കാണിക്കുന്നത്. ദ ക്ലിനിക്കൽ തെർമോമീറ്റർ ഷുഡ് ബി കെയർഫുള്ളി ഹാൻഡിൽ. വളരെ സൂക്ഷിച്ച് വേണം ഇതൊക്കെ പിടിക്കാനായിട്ട്, കാരണം താഴെ വീണ പോയി അല്ലേ. 18th question. State the limitation of clinical thermometer. Clinical thermometerൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? The clinical thermometer cannot be used for measuring the temperature of any object more than 42 degrees Celsius. If it kept in the sun or near a flame, then its clinical thermometer can be break. അപ്പം ഒരു ക്ലിനിക്കൽ തെർമോമീറ്ററിന് 42 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും സൂര്യൻ്റെ റേസിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ ഈ ഹോട്ടായിട്ടുള്ള ഫ്ലെയിമിന് മുന്നിലോ ഒക്കെ ഈ തെർമോമീറ്റർ വെക്കുകയാണെങ്കിൽ അത് ബ്രേക്ക് ആവാനായിട്ടുള്ള ചാൻസും ഉണ്ട്. 19th question. Explain in brief why we wear dark colored clothes in winter and light colored clothes in summer. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണല്ലേ. ഡാർക്ക് കളേർഡ് ക്ലോത്ത്സ് എന്തുകൊണ്ടാണ് നമ്മൾ വിൻ്റർ സീസണിൽ ധരിക്കുന്നത്, അതുപോലെ ലൈറ്റ് കളേർഡ് ക്ലോത്ത്സ് എന്തുകൊണ്ടാണ് സമ്മർ സീസണിൽ ധരിക്കുന്നത്. We wear dark colored clothes in winter to keep us warm as they absorb all the heat radiation coming from the sun, whereas light colored clothes reflects most of the heat radiation coming from the sun that falls on them, and therefore we feel more comfortable wearing them in the summer. അപ്പോൾ dark colored clothes എപ്പോഴും ഈ ഹീറ്റിൻ്റെ റേഡിയേഷനെ അബ്സോർബ് ചെയ്യുകയാണ്. അതുപോലെ വൈറ്റ് കളേർഡ് ക്ലോത്ത്സ് എപ്പോഴും ഈ ഹീറ്റിൻ്റെ റേഡിയേഷനെ റിഫ്ലക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ എപ്പോഴും വിൻ്റർ സീസണിലാണ് നമുക്ക് കൂടുതൽ ചൂട് ആവശ്യം അല്ലേ. ആ ടൈമിലാണ് നമ്മൾ ഈ ഡാർക്ക് കളർഡ് ക്ലോത്ത്സ് യൂസ് ചെയ്യുന്നത്, കാരണം ഈ ഹീറ്റ് റേഡിയേഷനൊക്കെ ഇത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. സമ്മർ ടൈം ആകുമ്പോൾ നമുക്ക് അധികം നല്ല ചൂടാണ് പുറത്ത് തന്നെ, അതിൻ്റെ കൂടെ ഡ്രസ്സ് ഡാർക്കും കൂടെ ആണെങ്കിൽ അത്രയും ചൂടും കൂടെ ആകും അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ലൈറ്റ് കളർഡ് ക്ലോത്ത്സ് ധരിക്കുന്നത്. ആ ഒരു ടൈമിൽ ഈ ഹീറ്റ് റേഡിയേഷനെ ഈ ലൈറ്റ് കളർഡ് ക്ലോത്ത്സ് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്തോളൂ. ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കൂടിയുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക.